ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പരാജയം അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അടിത്തട്ടിൽ നിന്ന് പരിശോധനകൾ വേണം. അത് ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടായിരിക്കും ഇനി BJPയുടെ ദേശീയ നേതൃത്വത്തിൽ നൽകുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനം ആരംഭിച്ചോ? അതായത് അവിടെ സംസ്ഥാന തലത്തിൽ അതിൻ്റെ അവലോകനവും പരിശോധനകളും മണ്ഡലങ്ങളിൽ പോയി തന്നെ നടക്കുകയാണ്. എന്നിട്ട് അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതലുള്ള ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ജൂൺ 25-നകം, ഇനി ദിവസങ്ങളല്ലേ ഉള്ളൂ. അതെ, ജൂൺ 25-നകം താഴെ തട്ടുന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 16 ചോദ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 16 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം, ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ, ചോദിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് ആ 16 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ജൂൺ 25-ന് അകം കിട്ടണം. അതിൽ വാരാണസിയും ലക്നൌവും അത് നിങ്ങൾ പരിശോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാരാണസിയിൽ മോദിയും ലക്നൌവിൽ രാജ്നാഥ് സിംഗുമാണ്. ആ 2 മണ്ഡലങ്ങളുടെ പരിശോധന ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ 16 ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടത് 3 ചോദ്യങ്ങളാണ്. സ്ഥാനാർത്ഥികൾക്ക് ജനവുമായി ബന്ധമുണ്ടായിരുന്നോ? ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു, ശരിയാണ്, BJP എന്നുള്ള നിലയ്ക്ക്. ഇവർ ജനങ്ങളുമായി ബന്ധവും അടുപ്പവും കണക്റ്റ് ഉണ്ടായിരുന്നോ? 2, ഭരണഘടന, സംവരണം തുടങ്ങിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ ഭരണഘടനയും സംവരണവും മോദി പ്രചാരണ വിഷയങ്ങളാക്കി എടുത്തിരുന്നല്ലോ. അതെ, എതിർപക്ഷം വലിയ പ്രചാരണ ആയുധമാക്കി. അതെ, നമുക്ക് അതുകൊണ്ട് ദോഷമാണോ ഗുണമായോ ഉണ്ടായത്? ഇതാണ് എനിക്ക് മനസ്സിലായത് ആ ചോദ്യത്തിൽ നിന്ന്. അത് ശരിയായ ചോദ്യമാണ്. 3, സംസ്ഥാന സർക്കാരിൻ്റെയും ദേശീയ സർക്കാരിൻ്റെയും ഏതെങ്കിലും തീരുമാനങ്ങൾ തോൽവിക്ക് കാരണമായോ? അവിടെ ഉത്തർപ്രദേശിൽ പിന്നെ 62-ൽ നിന്ന് 31 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. 49.98% നിന്ന് 41.37% വോട്ട് ശതമാനം ചുരുങ്ങി, 8%-ഓളം ചുരുങ്ങി. അപ്പോൾ നിലനിർത്തിയ സീറ്റുകളും ഭൂരിപക്ഷം കുറഞ്ഞതും ഒക്കെ നിലനിർത്തിയ സീറ്റുകളും ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ ചെയ്തതിൻ്റെ അകത്തും ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണവും കൂടി തിരക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിലും ഒക്കെ ചിലപ്പോൾ ഈ വാരാണസിയും ഇതൊക്കെ ലക്നൗ ഒക്കെ വരാം. പക്ഷെ എന്നാലും ആ പരിശോധനയിലും വാരാണസിയും ലക്നൗവും ഇല്ല. അത് വേറെ പരിശോധനയ്ക്ക് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലും പോകുന്നുണ്ട്, മുതിർന്ന നേതാക്കൾ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ. എന്നിട്ടാണ് 25-നകം ഈ സംഗതി ആ റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് കൊടുക്കും. പിന്നെ ഡൽഹിയിൽ വെച്ചിട്ടുള്ള ചർച്ചകളാണ് വരുന്നത്. ആ ചോദ്യങ്ങളിൽ ഈ 16 ചോദ്യങ്ങളിൽ വേറൊരെണ്ണം ഉള്ളത്, ഹിന്ദു വോട്ടർമാർ ജാതി പരമായിട്ട് ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു വോട്ടുകൾ നമുക്ക് എന്തുകൊണ്ടും മൊത്തമായിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് മുസ്ലിം കൺസോൾട്ടേഷൻ വന്നെങ്കിൽ മറുവശത്ത് ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും ആ വോട്ടുകൾ മുഴുവൻ BJPക്ക് കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണല്ലോ മോദി സംവരണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. പക്ഷെ ജാതീയമായി ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. കാരണം ദലിത് വോട്ടുകൾ കിട്ടിയില്ല, OBC-യാണ് കിട്ടിയത്, യാദവ് കിട്ടിയില്ല. അപ്പൊ അതൊക്കെയാണ് ഈ പരിശോധനയുടെ അടിസ്ഥാനം. ആ ചോദ്യമുണ്ട് 16-ല്. ഹിന്ദു വോട്ടർമാർ ജാതിപരമായി ഭിന്നിച്ചത് എന്തുകൊണ്ട്? ആ 16 ചോദ്യത്തിൽ ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ഒരെണ്ണം. പിന്നെ പ്രതിപക്ഷം ഇതൊക്കെ എങ്ങനെ 16 ചോദ്യങ്ങളുടെ അകത്തൊക്കെ പ്രതിപക്ഷം എങ്ങനെയാണ് മുന്നേറിയത്? പിന്നെ ബൂത്ത് തലത്തിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ആളുകൾ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ബാക്കി. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് എനിക്ക് തോന്നിയതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ.
2027 ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ഇനി 2 കൊല്ലം കഴിഞ്ഞാൽ നിയമസഭ. അപ്പോൾ ഇപ്പോൾ ക്രമസമാധാന നില ഉത്തർപ്രദേശിൽ മര്യാദയ്ക്കാണ് കൈകാര്യമൊക്കെ ചെയ്യുന്നത്. കാരണം ഇത് മറ്റേ ഇടിച്ചു നിർത്തൽ പരിപാടിയൊക്കെ അല്ലേ JBC ഒക്കെ ബുൾഡോസറൊക്കെ വെച്ച് പല ഡോണുകളെയൊക്കെ നിരപ്പാക്കിയിട്ടൊക്കെ. പക്ഷെ അവിടെ ഈ 48 ലക്ഷം പേര് അപേക്ഷിച്ചിരുന്ന മറ്റേ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ പേപ്പറിലേക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നിട്ട് അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭൂപേന്ദ്ര സിംഗ് ചൗധരിയാണ് ഫൈസാബാദിലെ കാര്യങ്ങൾ പോയി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അയോധ്യ രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തെ തോൽവി അന്വേഷിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഭൂപേന്ദ്ര സിംഗ് ചൗധരി തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് അമേഠിയിലും പോകുന്നത്. ജനറൽ സെക്രട്ടറി, ഈ സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ധരംപാൽ സിംഗ് ആണ് റായ്ബറേലിയിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അതുപോലെ വേറൊരു ജനറൽ സെക്രട്ടറി ഗോവിന്ദ് നാരായൺ ശുക്ല, അദ്ദേഹമാണ് സഹറാൻപൂരിൽ പോയി അന്വേഷിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ധർമ്മേന്ദ്ര സിംഗ് ആണ് മുസഫർ നഗറിൽ പോകുന്നത്. ഈ മുസഫർ നഗർ ഇവിടെ മുമ്പ് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെയാണ് സഞ്ജീവ് കുമാർ ബല്യാൻ എന്ന് പറഞ്ഞ ജാട്ട് നേതാവ് തോറ്റ സ്ഥലമാണ് സഹറാൻപൂര്. എന്നിട്ട് എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുൻ MP യും ബല്യാനും അവിടുത്തെ MLA സംഗീത് സിംഗ് സോം അവർ രണ്ടുപേരും കൂടി പരസ്യമായ അടിയായി, വിഴുപ്പലക്കൽ. പത്രസമ്മേളനമൊക്കെ നടന്നു. ഈ MLA ആണ് ഇവിടെ തോൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് MLA പറഞ്ഞു ഈ ജാട്ട് നേതാവിന് അയാളുടെ ഗ്രാമത്തിൽ പോലും വോട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. BJPക്കാർ തമ്മിൽ തന്നെ അടിയൊക്കെ ആയി. ആ മുസഫർ നഗറിൽ പോകുന്നത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ധർമ്മേന്ദ്ര സിംഗ് ആണ്. ഈ 25-നകം ഈ റിപ്പോർട്ടുകൾ കിട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സർക്കാരുമായിട്ടും ഈ BJP നേതാക്കൾ സർക്കാരിൻ്റെ പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തും. അത് കഴിഞ്ഞ് RSS നേതാക്കളുമായിട്ടും ഒരു ബൈഠക്ക് അവിടെ നടക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതായത് സംസ്ഥാനതല അവലോകനം കഴിഞ്ഞിട്ടാണ് RSSുമായിട്ടുള്ള ചർച്ച വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ അവലോകനം ഈ മൊത്തത്തിൽ ഈ സംസ്ഥാന തലത്തിൽ കഴിഞ്ഞിട്ടായിരിക്കും RSSുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാഥമികമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് കണ്ടപ്പോൾ താഴെ തട്ടിൽ ഈ വോട്ട് ക്യാൻവാസ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകളെ ബൂത്തിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും BJP പ്രവർത്തകർ ശ്രമിച്ചില്ലല്ലോ. അതല്ല ഈ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ വോട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത് പറഞ്ഞാൽ ഈ OBC ന്യൂനപക്ഷ സംവരണത്തിന്റെ കാര്യം, ഹിന്ദുക്കളുടെ ജാതി മൊത്തത്തിൽ നമുക്ക് കിട്ടാതെ ജാതി തിരിഞ്ഞു പോയ കാര്യം. അതെ. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കില്ലേ. പിന്നെ മാത്രമല്ല ഈ പ്രധാന മണ്ഡലങ്ങളെ മാറ്റി നിർത്തുന്നില്ലേ. ഇപ്പോൾ ഈ പറയുന്ന ലക്നൗ, അതുപോലെ തന്നെ റായ്ബറേലി, അമേഠി, ഇതൊക്കെ മാറ്റി വേറൊരു തരത്തിലുള്ള അന്വേഷണം. അല്ല, റായ്ബറേലിയിലും അമേഠിയിലും ഒക്കെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അന്വേഷിക്കുന്നത്. അതാ പറഞ്ഞ. പക്ഷേ സംസ്ഥാന പ്രസിഡന്റിനെ ഒന്നും ഈ വാരാണസിയുടെ കാര്യത്തിലും ലഖ്നൗവിൻ്റെ കാര്യത്തിലും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരിശോധനയ്ക്ക് വേറെ സംവിധാനം ദേശീയ തലത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഇനി ദേശീയ നേതൃത്വത്തിന് കൊടുക്കണം. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവും അല്ലേ. കാരണം സംസ്ഥാന തലത്തിൽ വേറെ ചർച്ച നടന്നില്ല. ഡൽഹിയിൽ ചർച്ച നടന്നു. യോഗി ആദിത്യനാഥ് പോയിട്ട് നഡ്ഡ, മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ചർച്ച നടന്നു. പക്ഷെ സംസ്ഥാന തലത്തിൽ എല്ലാവരും ഇരുന്നിട്ട് ഒരു ചർച്ച നടന്നില്ല. ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം നടന്നിട്ട് നമ്മളിനി ജനങ്ങളിലേക്ക് ഇറങ്ങണം, പിന്നെ ജനതാ ദർശൻ പുനരാരംഭിക്കാനും. അന്ന് ഉയർന്നു വന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ചില MLA-മാർ ഉൾപ്പെടെയുള്ള ഒരു എതിർ നിലപാട് സ്വീകരിച്ചു. അതൊക്കെ ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യില്ലേ ഈ അത് ധാരാളം മണ്ഡലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഈ MLA-മാരും പ്രാദേശിക പ്രവർത്തകരും ഒക്കെ ഇറങ്ങാത്തതിൻ്റെ പ്രശ്നം കുറച്ച് മണ്ഡലങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 5-6 ഘട്ടങ്ങളിലൊക്കെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ പോളിംഗ് കുറയുകയും പിന്നെ
സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ ആ ഘട്ടങ്ങളിലാണ്, ആദ്യഘട്ടങ്ങളിലല്ല എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമാണ്. ആ സമയത്ത് SP കൃത്യമായിട്ട് അവരുടെ വോട്ടേഴ്സിനെ കൃത്യമായി പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുകയും ചെയ്തു, വളരെ കഷ്ടപ്പെട്ട്. അവിടെ പിന്നെ രണ്ട് പ്രശ്നം SP-യുടെയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. മറ്റേ 8,500 രൂപ കൊടുത്ത പ്രോമിസറി നോട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഭരണഘടന മാറ്റുമെന്ന് ലല്ലു സിംഗ് മറ്റേ അയോധ്യ സ്ഥാനാർത്ഥി പറഞ്ഞപ്പോൾ ഇവരതെടുത്തിട്ട് ദളിത് സംവരണം നീക്കാൻ വേണ്ടിയാണ് ഭരണഘടന വലിയ പ്രചാരണം കൊടുത്തു. അതൊക്കെ കൗണ്ടർ ചെയ്തിട്ടില്ല. അതാണ് ആ കൗണ്ടർ ചെയ്യുന്നതിൽ പരാജയം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തുണ്ടായ ന്യൂനതകൾ കൃത്യമായിട്ട് ഈ താഴെത്തട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് പരിഹരിച്ച് UP-യിൽ ഒരു പുതിയ മുന്നേറ്റത്തിന് BJP സംഘടനാ പ്രശ്നങ്ങൾ, ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ താഴെത്തട്ടിൽ വിപുലമായിട്ടുണ്ടെന്നാണല്ലോ ഈ പരസ്യമായിട്ടുള്ള ചെളിവാരി അറിയലിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചാൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇപ്പോൾ റായ്ബറേലിയിൽ മറ്റേ ഉണ്ടല്ലോ രാഹുലുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അതുകൊണ്ടാണ് വിടാത്തത്. കാരണം റായ്ബറേലിയിൽ ഒഴിഞ്ഞിട്ട് വയനാട്ട് നിലനിർത്തുകയായിരുന്നെങ്കിൽ റായ്ബറേലിയിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്ന ഉറപ്പില്ലായിരുന്നു എന്നൊക്കെ ഞാൻ വായിക്കുന്നത്. എങ്ങനെയായിരിക്കും, കാരണം അവർ കൺവിൻസ് ചെയ്യിച്ച് BJP-ക്കാർ വോട്ടർമാരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ. പിന്നെ കഴിഞ്ഞ ദിവസം പ്രമോദ് കൃഷ്ണം എന്ന് പറഞ്ഞ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ള വലിയ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഇത് പേടിച്ചിട്ടാണ് ഈ വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മളിതെല്ലാം കൂടെ ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ UP-യിൽ BJP കൃത്യമായ പണി തുടങ്ങി എന്ന് പറയാമോ. പിന്നെ ഹിന്ദുക്കളെ പേടിച്ചിട്ടാണ് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധി വന്നിരിക്കുന്നതെന്നും പ്രമോദ് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹിന്ദുക്കളുടെ മണ്ഡലത്തിലൊന്നും നിൽക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് വയനാട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഒരു രൂപരേഖയൊക്കെ നൽകിയത് ഈ പറയുന്ന BJP-ക്ക് തെറ്റുകൾ തിരുത്തി മുന്നേറാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ പറയാമോ. വളരെ ഗൗരവത്തിൽ എടുത്തിട്ട് മറ്റേ ഇവിടുത്തെ CPM-നെ പോലെയല്ല. കാരണം ഇവിടെ പാർട്ടി തിരുത്തേണ്ടതില്ല എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ, ജനമാണ് തിരുത്തേണ്ടത്. കാരണം ജനം തിരുത്തിയിട്ട് വീണ്ടും CPM-ന് വോട്ട് ചെയ്യാന്നുള്ള വഴിയേ ഉള്ളൂ. അങ്ങനെയല്ല BJP കാണുന്നത്. BJP-യുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട്, പാഴ്ചകൾ വന്നിട്ടുണ്ട്. പിന്നെ RSS പൊതുവെ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറയാറില്ല. മുമ്പ് ആളുകൾ ജനസംഘം ഉണ്ടായിരുന്ന കാലത്ത് ജനസംഘത്തിനൊന്നും വോട്ട് ചെയ്യാതെ പലപ്പോഴും കോൺഗ്രസിനുമൊക്കെ, കേരളത്തിൽ തന്നെ ഈ VD സതീശനൊക്കെ ജയിക്കുന്നത് എങ്ങനെയാണ്, പല മണ്ഡലങ്ങളിലും BJP വോട്ടുകളും RSS വോട്ടുകളും ഒക്കെ കൊണ്ടാണ്. RSS പൊതുവെ പറഞ്ഞ നിങ്ങൾ പോയി ഇന്ന BJP സ്ഥാനാർത്ഥിക്ക് 10 പേരൊന്നുമില്ല ഇനി RSS-ലെ. അതാണ് ഇത്തവണ മുസ്ലിങ്ങളെ, അവർക്ക് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയം വെറുതെ പറയുന്നതാണ്, അവർക്ക് കാര്യവിവരമില്ല എന്നൊക്കെ. കൊച്ചു കുട്ടികൾക്ക് പോലും അവരുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാം. അത് ഇവിടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയാണ് ജിഹാദ് വേണ്ടതെന്നൊക്കെയുള്ള കാര്യം. കാരണം മദ്രസയിലൊക്കെ പഠിച്ചിട്ട് വരുന്നതല്ലേ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ മുസ്ലിങ്ങൾ അവരുടെ അജണ്ട നടപ്പാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് വന്നത്. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷം നമുക്ക് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം 25-നാണ് അത് കഴിഞ്ഞാൽ അവർ അവിടെ ഇരുന്ന് അവലോകനം ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച. അപ്പോൾ ഉത്തർപ്രദേശിൽ തിരുത്തലുകൾ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.